ഒരു കാലത്ത് പയ്യന്നൂരിലെ പ്രധാന മത്സ്യവിപണിയായിരുന്ന മത്സ്യ മാർക്കറ്റ് ഇന്ന് പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയിലാണെന്ന് ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആരോപിക്കുന്നു. മാർക്കറ്റിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ വർഷങ്ങളായി ഉണ്ടായ ചില ഭരണപരമായ തീരുമാനങ്ങളാണ് കാരണമെന്നും അദ്ദേഹം പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല, കുറ്റം പറഞ്ഞു കേൾക്കുന്നില്ല. നമ്മൾ മാർക്കറ്റ് അവസ്ഥയെ പറ്റിയിട്ട് ഞങ്ങൾ പറയുന്നതാണ്. കാരണം പയ്യന്നൂർ മാർക്കറ്റ് 4 ലക്ഷം ഉറുപ്പിക്ക് എല്ലാ വർഷവും കുറേ കാലം കോൺട്രാക്ട് എടുത്ത വ്യക്തിയാണ് ഞാൻ. ഇടക്കാലത്ത് അത് ഒരു സൊസൈറ്റി വൽക്കരണത്തിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കൂടി കളിച്ചിട്ട് അങ്ങനെ ഈ മാർക്കറ്റിൻ്റെ കോലം നശിപ്പിച്ചു. ആ സമയത്ത് ഇവിടെ വന്ന കൊട്ടക്കാരോട് ഉള്ളിൽ കയറണമെങ്കിൽ 10 രൂപ, ഒരു വണ്ടി കയറണമെങ്കിൽ 100 രൂപ എന്ന അവസ്ഥയിലാണ് അന്നത്തെ മാർക്കറ്റ് എടുത്ത സൊസൈറ്റീൻ്റെ നേതാവ് അന്ന് പ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് അന്നത്തെ കൊട്ടക്കാർ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പൈസ വന്നിട്ട് എല്ലാ കൊട്ടക്കാരും 4 ഭാഗത്തേക്കും അന്ന് പോയതാണ്. പല മാർക്കറ്റിലേക്ക് അന്ന് കുടിയേറിപ്പോയി. അന്നേരം ഈ അവസ്ഥയിലാണ് ഇപ്പോഴും മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി എല്ലാ മുക്കിലും മൂലയിലും സ്റ്റാളുകൾക്ക് ലൈസൻസ് കൊടുത്താൽ അവർക്ക് കിട്ടുന്ന ഒരു കൊല്ലത്തേക്ക് 1000 രൂപ ലൈസൻസ് ഫീസ്, അല്ലെങ്കിൽ 800 രൂപ. ഈ ലൈസൻസ് ഫീസിനെ കൊണ്ട് അവർക്ക് ഈ 4 ലക്ഷം രൂപ നഷ്ടപ്പെടുന്നുണ്ട്. അഥവാ 4 ലക്ഷം രൂപയ്ക്ക് ഒരു കരാറുകാരനെ എടുത്ത് മുതലാൻ പറ്റില്ലെന്നില്ലെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്ത് വീണ്ടും കുറഞ്ഞു വിളിച്ചിട്ട് എല്ലാം മാർക്കറ്റ് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് അങ്ങനെയല്ല അനുവദിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് 4 മേലോട്ടേ എടുക്കാൻ പറ്റും, അതിന് മേലെ താല് വിളിയില്ല. കാരണം ഈ അവസ്ഥയൊക്കെ കണ്ടാൽ, കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് വെള്ളം പോയിട്ട് ഇത് ഏത് സമയത്ത് നിലംപതിക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്, ഏത് സ്ഥലത്ത് നിലംപതിക്കുന്ന സംഭവമാണ് കാണുന്നത്. കാരണം ഇത് നമ്മളൊരാളെ കുറ്റപ്പെടുന്നില്ല. ഇവിടെ ഒരു ബയോഗ്യാസ് മൂവ് പണിതിരുന്നു. നമ്മളെ മുൻ ചെയർമാൻ ശശി വട്ടക്കോല് അവിടെ ഒരു വലിയ ബയോഗ്യാസ് നടന്ന് ഭൂമിക്കടിയിൽ അതില്ല, എപ്പോഴോ ഭൂമിക്കടിയിലുള്ളത് ബയോഗ്യാസ്. അന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ ലൈറ്റും കാര്യം സംവിധാനം നമുക്ക് കയ്യിൽ നിന്നാക്കാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ബയോഗ്യാസോടെ പണിത്. അത് ഭൂമിക്കടിയിലുള്ളത്. അവിടെ ഇവൻ കാട് കയറി കളിക്കുന്നത്. കാരണം എന്താണ്, മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റ് അത് ഇവിടെ തന്നെ നല്ല നിലയിൽ ഇതെല്ലാം മാറ്റി നമുക്ക് ഇവിടെ പച്ചക്കറിയും ഉണക്കും ഇതെല്ലാം മുനിസിപ്പാലിറ്റി ഇതിനെല്ലാം സംവിധാനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ലൊരു മാർക്കറ്റാക്കി രൂപപ്പെടുത്താൻ പറ്റും. അതിനെ മുനിസിപ്പാലിറ്റി ശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഉണക്ക്, ഒരു ഭാഗത്ത് പച്ചക്കറി, മറുഭാഗത്ത് മീൻ, നടുക്ക് മീൻ, അങ്ങനെ എല്ലാം ചെയ്തിട്ട് നല്ലൊരു സംഭവമാക്കി ഇവിടെ മാറ്റാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ഒരുപാട് കാലം ഞാൻ മാർക്കറ്റ് എടുത്ത വ്യക്തിയാണ്. ഞാൻ ഈ മാർക്കറ്റിൻ്റെ കച്ചവടക്കാരനാണ്, പുറമേ നിന്നല്ല. നമ്മൾക്ക് 3-4 കമ്മീഷൻകാരുണ്ട് ഇവിടെ. ഇപ്പം ഈ അവസ്ഥയിൽ ഇപ്പോൾ 3 കമ്മീഷൻകാർ പണി നിർത്തിയിട്ട് പോയി, മതിയാക്കിയിട്ട് പോയി. കാരണം എന്ന് പറഞ്ഞാൽ കൊട്ടക്കാർ ഇവിടുന്ന് അവർക്ക് വണ്ടിക്ക് പൈസ വേണ്ട. ഓരോ കമ്പനിക്കാരനും അവർക്ക് കൊടുക്കുന്നത് 3 വീലിലോ ഓട്ടോറിക്ഷ കൊടുക്കും, ഗുഡ്സ് വണ്ടി. 100% ലോണാണ്. അത് കൊടുക്കും. അവർ കടപ്പുറം പോകും, മീനെടുക്കും. ഈ ഏരിയയിലെല്ലാം വിൽപ്പന നടത്തും. അങ്ങനെ മാർക്കറ്റിലേക്ക് മത്സ്യം വാങ്ങാൻ ആൾ വരുന്നില്ല. കാരണം വെച്ചാൽ എല്ലാ സ്റ്റാളുകളിലും മത്സ്യം മുറിച്ചിട്ടും തറച്ചിട്ടും കൊടുക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ സൗകര്യം മാർക്കറ്റിലേക്ക് വരുന്നില്ല. പിന്നെ മാർക്കറ്റിൽ കാര്യം വരുന്നില്ല. റോഡ് സൈഡിൽ മീൻ കിട്ടുന്നില്ല, അപ്പുറം ഇപ്പുറല്ല. അപ്പോൾ മാർക്കറ്റിൽ ആരും വരുന്നില്ല. ഇവിടെ പിന്നെ ഒരു 5-10 മീൻ എടുത്താൽ അങ്ങനെ കുറച്ച് ഹോട്ടലാർക്ക് കൊടുത്തിട്ട് പിന്നെ കുടിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞുകൊണ്ടാണ് ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത്. അത് ഞങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ വളരെ ശ്രമിക്കുന്നുണ്ട്. അതിന് മുനിസിപ്പാലിറ്റി ഞങ്ങളോട് സഹകരിക്കണം, നാട്ടുകാർ സഹകരിക്കണം. എന്നിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ഭാഗക്കാർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പണി ഇത് ഇവിടെ. എന്നാലും നമ്മൾ മറ്റ് മാർക്കറ്റ് വിൽപ്പിനെക്കാട്ടി വില കുറച്ചിട്ടാണ് ഇപ്പോൾ പയ്യന്നൂർ മത്സ്യം വിൽക്കുന്നതന്നെ അങ്ങനെയാണ്. കാരണം വില കുറച്ചിട്ട് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ പറഞ്ഞാൽ മത്തിക്ക് കൂടിയ റേറ്റ് 240 രൂപയെല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ എന്നാലും 160 രൂപ 150 രൂപയൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് മത്തി കൊടുക്കുന്നുണ്ട്. അതിന് അത് അത്തരത്തിലേക്ക് വരെ നമ്മൾ പയ്യന്നൂർ മാർക്കറ്റ് കൊടുക്കുന്നുണ്ട്, അത്രയും വില കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും ജനങ്ങൾ വരട്ട്, കൊട്ടക്കാർ വരട്ട് എന്നുള്ള തരത്തിലേക്ക് നമ്മൾ കച്ചവടം ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയാനോ ഇതൊന്നല്ല. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ അവസ്ഥയും നമ്മൾ നോക്കണം. കാരണം ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു വേണ്ട ഈ രൂപത്തിലുള്ളത്. അത് ഇതെല്ലാം ഒന്ന് ശരിയാക്കി ഈ റോഡ്, ഈ ഒരു ബാത്റൂം അടച്ചു കെട്ടി കിടക്കുക അവിടെ. ഇതിൻ്റെ മത്സ്യത്തിൻ്റെ യാർഡ് സ്ഥലമാണ് ഇവിടെ ഇത്. ആ സ്ഥലമെല്ലാം കുണ്ടും കളായിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചെയർമാനെ കണ്ട സമയത്ത് ചെയർമാൻ പറഞ്ഞു ഇതിനൊരു പൈസ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് ചെയർമാൻ പറഞ്ഞിരുന്നു. ഇതിനൊരു പൈസ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ചെയർമാൻ സംസാരിച്ചിരുന്നു. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ അന്നേരം പെരുമ്പയിലെ ഉണക്കിൻ്റെ സംഭവമെല്ലാം ഒഴിവാക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സജ്ജീകരണമായിട്ട് തന്നെ പൊളിച്ച് മാറ്റി ഇവിടെ തന്നെ ഉണക്കും, ഇവിടെ തന്നെ
പച്ചക്കറിയും ഇവിടെ ഒരു ഭാഗത്ത് മത്സ്യത്തിൻ്റെ സ്റ്റാളും എല്ലാം ആയാൽ നല്ലൊരു പുരോഗമനം കാണും എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ട്, മനസ്സിലുണ്ട്. അത് ഒന്ന് പൂർത്തീകരിച്ച് തരാൻ മുനിസിപ്പാലിറ്റി ചെയ്താലും നമ്മൾക്ക് മാർക്കറ്റ് എടുക്കാൻ ഇന്നും തയ്യാറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പുറമേയിലെ സ്റ്റാളുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് നിർത്തി എല്ലാം മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള സംവിധാനം ആവണം. എന്നാൽ നമുക്ക് ക്ലിയറായിട്ട് ചെയ്യാം. മാർക്കറ്റിന്റെ സമഗ്ര നവീകരണവും വ്യാപാരികളെ വീണ്ടും കേന്ദ്ര മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. അതേസമയം ഈ വിഷയത്തിൽ നഗരസഭയുടെ പ്രതികരണവും തേടേണ്ടതുണ്ട്.